ഹലോ ഗായ്സ്, ലൈഫ് ഓഫ് ബ്യൂയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ പുതിയൊരു തുടക്കം. അതെ, ഇത് ഞങ്ങൾ കൊറേ നാളായി വ്ളോഗ് എടുത്തിട്ട്, വേറൊന്നല്ല തിരക്കും അതും ഇതൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് ഒന്നിനും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇനി എന്തായാലും ഞങ്ങളുടെ വീഡിയോസ് അല്ലെ മാക്സിമം ചടപടേന്ന് വരുന്നതായിരിക്കും. അത് മാത്രമല്ല, ഇനി ഞങ്ങൾക്കൊരു കിഡിലൻ ഒരു വ്ളോഗായിരിക്കും ഇനി കുറച്ച് നാളുണ്ടാവുന്നല്ലേ. പൊളി വ്ളോഗായിരിക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്താന്ന് പറയണോ? ഞങ്ങളുടെ കാർ ലൈഫ്, ഒരു 1 month കാർ ലൈഫ്. ഞങ്ങൾ നേരെ കേരള ടു കാശ്മീർ, നോർത്ത് സൈഡൊക്കെ കവർ ചെയ്ത് ഇങ്ങനെ പോയിട്ട് ഒരു 1 month ട്രിപ്പ് കാറിൽ തന്നെ സ്റ്റേ ചെയ്ത് കുക്കിംഗ് ഒക്കെ ചെയ്ത് അങ്ങനെ ഒരു പൊളി ട്രിപ്പ് അല്ലേ. ഞങ്ങൾ കൊറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു ട്രിപ്പ് പോകണമെന്ന്. എല്ലാവരുടെയും ഡ്രീം ട്രിപ്പ് ആയിരിക്കുമല്ലോ. ഞങ്ങളുടെയും ഡ്രീം ട്രിപ്പ് ആണിത്. പിന്നെ അതുകൂടാതെ പിന്നെ നിങ്ങളോട് പറയാനാണ്, ഞാനും വർക്കിന്റെ തിരക്കായി പോയി. വർക്കിന്റെ തിരക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനി ഒന്ന് ഡെവലപ്പ് ചെയ്യാനുള്ള കുറച്ച് അടുത്ത സ്റ്റെപ്പിലേക്കൊക്കെ നമ്മൾ കയറിയപ്പോഴത്തേക്കും ഒട്ടും വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. ഒരു കാരണവശാലും നമുക്കൊരു ടൈം കിട്ടണില്ല വ്ളോഗ് എടുക്കാനൊന്നും. പിന്നെ വ്ളോഗിലേക്ക് ഇരുന്നേനാ നമ്മുടെ വർക്കിലേക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ആയ സമയത്ത് നമ്മൾ നൈസായിട്ട് വ്ളോഗിനൊന്നും അവിടെ നിർത്തി വെച്ചതാണ്. എല്ലാം സെറ്റായി. 2-3 മാസം കൊണ്ട് നമ്മളെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പൊ വീണ്ടും നമ്മൾ തിരിച്ച് വ്ളോഗിലേക്ക് തന്നെ വന്നേക്കണാണ്. കാരണം ഇനി നമുക്കൊരു 1 month നിങ്ങളാ ഇന്ത്യയിലുള്ള പല 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 സ്ഥലങ്ങൾ കാണിച്ചു തരാം. അതെ, മിസ്റ്റർ കംബാക്ക് എന്നെ വിളിക്കണ പേരാട്ടോ അത്. അപ്പൊ ഞങ്ങൾ ഇന്നിപ്പോ ഇറങ്ങിയേക്കണ ഞങ്ങളുടെ പരിപാടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഇപ്പൊ പോണ കാര്യം മാത്രം പറയാം. ഓക്കെ, അതെന്താന്ന് നിങ്ങൾ ഇപ്പൊ കണ്ടു. ഗൈസ്, നമ്മുടെ കാർ ബെഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി വന്നാട്ടോ. ഓൾറെഡി നമ്മൾ കുറച്ച് ദിവസം മുന്നേ പ്ലാൻ ചെയ്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, ഇതിന്റെ സെറ്റപ്പ് അടിപൊളിയായിരുന്നു. ഞാൻ അപ്പുറത്ത് വരാം. അതായത് നമുക്ക് കാണിച്ചു തരും, ഇപ്പൊ നിനക്ക് മനസ്സിലാവും. ഒന്ന് പൊക്കോടാ. കണ്ടോ സെറ്റ്. ഇനി ഇതിന്റെ പൊക്കത്ത് ബെഡ് ഇടും, ബാക്കിയെല്ലാം ഇട്ടിട്ട് ഞങ്ങൾ നൈറ്റ് ഇതിന്റെ അകത്തായിരിക്കും കിടക്കാൻ പോകുന്നത്. ഇത് അത്യാവശ്യം 2 പേർക്ക് സുഖമായിട്ട് കിടക്കാം, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇത് കണ്ട, ഈ ഒരു സൈഡും ഈ ഒരു സൈഡും ഇങ്ങനെ തള്ളി നിൽക്കുന്നുണ്ട്. ഈ ഫുൾ വീതി എടുത്ത് നമുക്ക് പണിയാൻ പറ്റില്ല. കുഴപ്പമില്ല, നമുക്ക് ഇവിടെ സാധനങ്ങളൊക്കെ വെച്ച് സെറ്റ് ആക്കാം. എങ്ങനെ ഒന്ന് കയറി കിടന്ന് നോക്കിയോട്ടെ. പൊടിയുണ്ട്, ഈ ഒരു മൂടായിരിക്കും നമുക്ക്. അല്ല, മാക്സിമം ഒന്ന് ശരിക്കും കയറിക്കോ. ഒന്ന് സപ്പോർട്ട് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ ശരിക്കും കയറി കിടക്കാത്തത്. വണ്ടി കണ്ട് നിങ്ങൾ ഞെട്ടണ്ട. ഞങ്ങളൊരു കണ്ണൂര് മലപ്പുറം അല്ല, കൊല്ലം വർക്ക് ഫുള്ള് കഴിഞ്ഞ് വണ്ടി ഫുള്ള് ചെളിയായി. ഇപ്പൊ ഞങ്ങൾ രാവിലെ കഴുകാൻ വേണ്ടി പോയി നോക്കിയപ്പോ അവിടെ ഒടുക്കത്തെ തിരക്ക്. ഓണത്തിന്റെ ഇതായോണ്ട് ഭയങ്കര തിരക്ക്. ഇതിപ്പോ ഇന്നലെ കസിൻസ് ഒക്കെ വന്നപ്പോ എല്ലാരും കൂടി എഴുതി വെച്ചേക്കുന്ന കേട്ടോ. തുകി എല്ലാവരുടെയും പേര് ഇതിനകത്ത് പതിച്ചിട്ടുണ്ട്. ഈ വണ്ടി കഴിയണം, അങ്ങനത്തെ കുറെ പരിപാടിയുണ്ട്. പേര് ഒരു സീം പേരാണ്, വെറൈറ്റി പേരാണ്. അപ്പൊ ഇതാണ് നമ്മുടെ സെറ്റപ്പ്. നമ്മളൊന്ന് ഫൈനൽ ചെയ്ത് നോക്കട്ടെ, നിങ്ങൾക്ക് കാണിച്ചു തരാം. ബ്രോയാണ് നമുക്ക് ബെഡ് സംഭവം സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ ബ്രോയുടെ പേരെന്തായിരുന്നു? ഡിഡിമസ്. അതാ ഞാൻ പറഞ്ഞത്, വെറൈറ്റി സാധനമാണ് എനിക്ക് വായി കിട്ടണമെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ബ്രോ എങ്ങനെയുണ്ട് ഈ വർക്ക് ചെയ്തപ്പോഴത്തേക്ക്? എന്നോട് പറഞ്ഞു ഇതുവരെ ഞാനിങ്ങനെ ചെയ്തിട്ടില്ല, പക്ഷെ എനിക്ക് തലേന്ന് ഏകദേശം ഐഡിയ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഞങ്ങള് ആക്ച്വലി കാക്കനാട് എൻജിഒ ക്വാർട്ടേഴ്സ് വെച്ചാൽ ഞങ്ങള് മീറ്റ് ചെയ്യണം. അപ്പൊ ഞാൻ വഴി കിടന്ന് കാണിച്ചു കൊടുക്കണം, കയറി കിടന്ന് ഇറങ്ങി മറ്റേ ഇങ്ങനെ ഇത്രയും വേണം ഇത്രയും വേണം. ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഫോൾഡബിൾ ആക്കുമ്പോഴത്തേക്കും ഇത് നമുക്ക് ഒന്ന് നേരെ തിരിച്ചൊന്ന് വെക്കും. ഓക്കെ, ഇപ്പൊ നമുക്ക് കാണിച്ചു തരും കേട്ടോ സംഭവം. നമ്മളിപ്പോ നേരെ നമുക്കിപ്പോ രാവിലെ ഇപ്പൊ നമ്മള് പോവാണ്, നമ്മള് ട്രാവൽ ചെയ്ത് പോവാണ്. ആ സമയത്ത് നേരെ ഇത് തിരിച്ച് സീറ്റ് നേരെ വെക്കാൻ പറ്റും. നമുക്ക് പിന്നെ സീറ്റ് തുറന്നിട്ട് ഇരുന്ന് പോണെങ്കിൽ വേണ്ട, ഇരുന്ന് പോവാ. അപ്പൊ നമുക്ക് ഭയങ്കര സെറ്റാണ് പരിപാടി. രാത്രി കിടക്കുമ്പോഴത്തേക്ക് നമുക്ക് നേരെ തിരിച്ചുവിടാം. അതെ, ആവശ്യമനുസരിച്ച് നമുക്ക് അടിപൊളിയായിട്ട്. അതെ, ഇതിങ്ങനെ ഞങ്ങൾ ഇതിന്റെ അകത്ത് ബെഡൊക്കെ ഇട്ട് അകത്ത് 2-3 ലൈറ്റ് ഒക്കെ ഇട്ട്
അങ്ങനെ നമുക്ക് വരും വ്ളോഗുകളിൽ നമുക്ക് കാണാം. യാത്രകൾ തുടങ്ങട്ടെ എന്തായാലും. ഗൈസ്, അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇനി ഞങ്ങൾക്ക് കുറെ പ്ലാൻ ഉണ്ട്. ഇന്നത്തെ ദിവസം ചെയ്ത് തീർക്കാൻ വേണ്ടി ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. ഇനി ഞങ്ങൾക്ക് മുമ്പിലാകെ 2-3 ദിവസം മാത്രം. അതെ, നേരെ ഡ്രീം റൈഡിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇപ്പൊ കഴിഞ്ഞ് ഭയങ്കര ഹാപ്പിയാണ്. നമ്മള് വിചാരിച്ച പോലെ തന്നെ മച്ചാനെല്ലാം സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. മച്ചാന്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കണ്ട. ഇത് ഞാൻ ഒരുപാട് യൂട്യൂബിൽ നോക്കിയായിരുന്നു കേട്ടോ. അപ്പൊ ആരും ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായില്ല. ഇനിയിപ്പോ ഞാൻ തപ്പിയിട്ട് കിട്ടാനാണോ, പക്ഷെ പിന്നെ ഒരുപാട് കാർ ലൈഫ് ചെയ്തവരുടെ കോണ്ടാക്ട് ഒന്നും ഞാൻ കണ്ടില്ല നോക്കിയിട്ട്. ചിലപ്പോ മേ ബി ഇട്ടിട്ടുണ്ടാവും. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവട്ടെ. നിങ്ങൾക്ക് ഇതേപോലെ ട്രിപ്പ് ഒക്കെ പോണെങ്കിൽ പുള്ളിനെ കോണ്ടാക്ട് ചെയ്യാം. അടിപൊളിയായിട്ട് എന്തായാലും സെറ്റ് ചെയ്ത് തരുന്നത്. അതെ, ഞാൻ വിചാരിച്ചതിനേലും നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടാ. അതെ, എനിക്ക് സിമ്മ് കിട്ടി. എങ്ങനെയാണ് സിമ്മൊക്കെ മാറ്റി രണ്ടുപേർക്കും സിം എടുത്തു. ഞാൻ രണ്ടുപേരുടെ വോഡാഫോൺ ഞങ്ങൾ BSNL പോർട്ട് ചെയ്തു. ഇത് ഞങ്ങൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് കാണിച്ചും പറഞ്ഞൊക്കെ തരുന്നത് വേറെ ഒന്നുമില്ല. നമ്മൾ കുറേ വീഡിയോ കണ്ടും കുറേ പേരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു തരുന്നത്. അതൊക്കെയാണ് ചെയ്യുന്നത്. കാരണം അവിടെ BSNL റേഞ്ച് ഉണ്ട് കാശ്മീർ ആ ഭാഗത്തേക്കൊക്കെ. അപ്പം നമ്മൾ അവസാനം അവിടെ ചെന്നിട്ട് പെടരുത്. കോള് വരണ്ടേ, വർക്കിന്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ വീട്ടുകാരെ വിളിച്ച് പറയണ്ടേ നമ്മൾ. ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഒന്നാമത് ഞാൻ 1 മന്ത് ഒരു പൊളിയായിട്ട് റിലീഫ് കിട്ടാനുള്ള ട്രിപ്പാണ്. പിന്നെ ഞാൻ മെയിനായിട്ട് നമുക്ക് വ്ളോഗ് അപ്ലോഡ് ചെയ്യാൻ നെറ്റ് വേണം. അപ്പോൾ പറ്റുന്ന പോലെ നമുക്ക് നെറ്റ് കിട്ടട്ടെ എന്ന് തന്നെ വിചാരിക്കണം. കുറേ സ്ഥലത്ത് അതുമില്ല, BSNL പോലും ഇല്ല. അപ്പോൾ പിന്നെ അത് നമ്മുടെ ലോറ ബേബി നോക്കിയാൽ നമ്മൾ കൊണ്ട് വാശി ചെയ്യിപ്പിച്ചു. ശരിയാണ്, ലോറ ബേബി ഫുള്ള് സുന്ദരിയായി. ഇനി നമ്മൾ അടുത്ത പരിപാടിക്ക് പോകാൻ പോകുന്നത് ഗൈസ്, ഞങ്ങളിത് നമ്മുടെ മാതാ ഹോട്ടലിൽ കയറിയേക്കണേണ്. പിന്നെ ഞാൻ ഒരു ഫിഷ് മോളിയും പറഞ്ഞിട്ടുണ്ട്. ഞാനും അപ്പമാണ് കഴിക്കണം. ഞങ്ങള് മറ്റേ ഇത് കഴിക്കാൻ വേണ്ടി വന്നതാണ്, നെയ്ച്ചോറ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ നെയ്ച്ചോറ് വരുന്നത് ഇപ്പം ഞങ്ങളുടെ ഓട്ടത്തിൻ്റെ ഇടയ്ക്കുള്ള ഫുഡ് അടിയാണിത്. ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഇനി അടുത്ത പരിപാടിക്ക് പോകാൻ. ഞങ്ങളങ്ങനെ ടയർ മാറ്റാൻ വേണ്ടി വന്നേക്കും കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ ഹൈവേയിൽ വെച്ച് നമുക്ക് പൊട്ടിപ്പോയ ടയറാണിത്. എവിടെയോ ലീക്കുണ്ട്. ലീക്കുണ്ടല്ലേ? ലീക്കുണ്ട്. ആ സൈഡാണ് നമ്മുടെ പൊട്ടിയേക്കുന്നത്. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ 2 ടയർ വെറുതെ. ഗൈസ്, അപ്പൊ നമ്മൾ അടുത്ത പരിപാടി വന്നേക്കണം. നമ്മുടെ ടയർ മാറണം. ഇത് നമ്മുടെ സ്റ്റെപ്പിനി ടയറാണ് ഇപ്പൊ കിടക്കുന്നത്. ഇതിനോസം എന്താ പറ്റിയത് കഴിഞ്ഞാൽ അതെ, ടയർ പൊട്ടി. കോഴിക്കോട് എത്തണ മുമ്പ് ടയർ നൈസായിട്ട് ശോകമായിപ്പോയി. ഞങ്ങൾ വിചാരിച്ചതിനും ശോകമായിപ്പോയി. പക്ഷെ അതിന്റെ പൊട്ടലെവിടെയൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ അതെ നൈസായിട്ടായി എയർ പോണ സംഭവം അത് നമുക്ക് അറിയണം. മൈനോട്ട് ഇതണ്ട, ഇതുപോലെ ഒരു ഗ്യാപ്പ് കിടക്കണുള്ളു, വേറെ ഒരു കുഴപ്പമില്ല. അത്രേ ഉള്ളു. അപ്പൊ അതിലൊരു ഒരു ഇടിച്ച് അതിലെ തട്ടിയതിന്റെ ഒരു കല്ലി തട്ടിയതാ, അത് തട്ടിയതിന്റെ ഫീലാണ്. അപ്പൊ നമ്മൾ ഇടാൻ പോകുന്ന ടയർ കോണ്ടിനെന്റലിന്റെ ടയറാണ് ഇടാൻ പോകുന്നത്. നമുക്ക് ലോങ് അത്ര ഓടാനുള്ളതുകൊണ്ട് ഇതിന്റെ ഇടയ്ക്ക് ടയർ പഞ്ചറായാലോ അങ്ങനത്തെ പണി കിട്ടി കഴിഞ്ഞാൽ ആവും. മാക്സിമം ആവാതിരിക്കുന്നു. അപ്പൊ നമ്മുടെ കിരൺ ചേട്ടനുണ്ട് ഇവിടെ. അപ്പൊ കിരൺ ചേട്ടൻ്റെ ഒരുപാട് വീഡിയോസ് ഒക്കെ കണ്ടപ്പോഴത്തേക്കും നമുക്ക് ടയറിനെ പറ്റി ഏകദേശം ഐഡിയ കിട്ടും. ഞാൻ നേരെ വിളിച്ചു ചോദിച്ചു, നമുക്ക് ഇന്ന പോലെ കാശ്മീർ പോവാണ് നമ്മൾ, അപ്പൊ അതിനേറെ ബെറ്റർ ഇത് യൂസ് ചെയ്ത് തന്നത് കോണ്ടിനെന്റലാണ്. അപ്പൊ ഞാൻ ടയറൊന്ന് വലുതാക്കാനൊക്കെ ഏറ്റത്. വേറെ വേണ്ട, പണികൾ കുറേ വരുന്നു. കാരണം നമ്മുടെ കിടക്കുന്ന ഇതിപ്പോ നമ്മുടെ സ്റ്റെപ്പിനിയുടെ ഇതാണ്. അതല്ലാതെ നമ്മുടെ ഈ അലോയ്സ് കിടക്കുന്നത് ഇപ്പൊ 16 ഇഞ്ച് ഈ അലോയ്സ് ആണ്. ഈ അലോയ്സിനൊരു വിത്ത് ഉണ്ട്. ആ വിത്ത് അനുസരിച്ച് നമുക്ക് ഇടാൻ പാടില്ലെന്ന് പറയണം. അപ്പം ഇതിൻ്റെ അകത്ത് ഇതണ്ട 195, 55, 16 എന്ന് പറഞ്ഞ സൈസാണ് നമ്മളിപ്പോൾ കിടക്കുന്ന ടയർ. ഇപ്പം നമ്മൾ 195, 55, 16 എന്ന് പറഞ്ഞാൽ തന്നെയാണ് ഈ ടയർ തന്നെയാണ് ഈ സൈസ് തന്നെ ഇടുന്നത്. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ എല്ലാവരും പറയണതാണ് C8ൻ്റെ ടയർ ആരും ഇടരുത്.
സിയറ്റിന്റെ ടയറിനെ പറ്റി എന്താ അഭിപ്രായം? ഉള്ളു guys. ആരും പേടിക്കരുത്, എല്ലാരും ചേഞ്ച് ചെയ്തിട്ടാണ്. ഭയങ്കര സുഖം ടയറാണ്. എനിക്ക് പേഴ്സണലി എനിക്കൊരു വലിയ അഭിപ്രായമൊന്നുമില്ല സിയറ്റിന്റെ ടയർ. പുതിയ ടയർ പുതിയ ടയർ അവൾക്ക് വീണ്ടും ജീവൻ വെച്ചിരിക്കുന്നു ഗൈസ്. ഭയങ്കര സ്മൂത്ത് ആയിരിക്കും. ഇരിക്കട്ടെ ഇരിക്കട്ടെ. ടയറട്ടാ പുതിയ ഷൂസ് കിട്ടിയെന്നല്ലോ വെച്ചേ. അപ്പൊ നമ്മള് സെയിം കോണ്ടിനെന്റലിന്റെ തന്നെ 195 55 16 എന്ന് പറഞ്ഞ ടയറാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഇത് പൊട്ടിപ്പോയാലോ കീറിപ്പോയാലോ എന്താണെങ്കിലും വാറന്റി ഉണ്ട്. ഇവിടെ തന്നെ ഉണ്ടെന്ന് കൊടുത്ത് അപ്പം തന്നെ കിട്ടും. വേറെ എവിടെയെങ്കിലും ആണെന്നാണെങ്കിൽ ചെറിയ എന്തെല്ലാം ആകണ്ടെന്നാ പറഞ്ഞത്. എങ്ങനെയുണ്ടോ ഞാൻ മാറ്റി കിട്ടുന്നാണ് പറഞ്ഞത്. ഗായ്സ് അപ്പൊ ഞങ്ങള് ടയർ മാറ്റി. പിന്നെ അതെ ടയർ മാറ്റി. പിന്നെ നമ്മളൊരു മൊബൈൽ ഹോൾഡർ വാങ്ങിച്ചു. അതിലാണ് മൊബൈൽ ഹോൾഡറിൽ ഞങ്ങൾ ഫോൺ വെച്ചേക്കുന്നത്. കാരണം ഇങ്ങനെ കൈ പിടിക്കാൻ മാറ്റും. ചെറിയൊരു ഷിവറിങ് ഉണ്ടല്ലേ. ആ ശരി, വണ്ടി ഓടുമ്പോ ഒരു കുലുക്കം ഉണ്ട് കേട്ടോ. സാരില്ല, കുഴപ്പമില്ല. കുറച്ച് റേറ്റ് കുറഞ്ഞ സാധനമൊക്കെ നോക്കി വാങ്ങിച്ചോളൂ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി കളികളാണ്. അല്ല ഇത് മറ്റേ റേറ്റ് കൂടി വെച്ചാല് വണ്ടീന്റെ വൈബ്രേഷൻ കുലുങ്ങൂലേ? ഇല്ല ഇല്ല കുലുങ്ങൂലായിരിക്കും. അങ്ങനെയാണല്ലോ സാധാരണ പ്രീമിയം സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്ക് അതിനേതായ ഗുണമുണ്ട്. കുഴപ്പമില്ല, കുറച്ചൊക്കെ കുലുങ്ങിക്കോട്ടെ, പ്രശ്നം. പിന്നെ ഞങ്ങളൊരു സാധനം മേടിച്ചു. അയ്യോ എന്റെ കർത്താവേ, ഇത് കണ്ടോ ഈ മുട്ട സാധനം? ഇത് ഞങ്ങള് വ്ളോഗ് എടുക്കാൻ വേണ്ടിട്ട് പണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു അടിപൊളി സാധനം, അത് കാണുവാനില്ല. അപ്പൊ ഞങ്ങൾ ഇത് മേടിച്ചു. ഇതാകുമ്പോ നമുക്ക് വണ്ടി എങ്ങനെ കാണിക്കുന്നത്? ഇത് നമുക്ക് നിവർത്തുന്ന അതിങ്ങനെ ഇവിടെ ലൂസാക്കിയിട്ട് ഇങ്ങനെ വലിക്കണം. ഇതിന്റെ പോളിടെക്നിക്ക് എനിക്ക് അത്ര വലിയ വശമില്ല. അത് ഞാൻ അന്ന് കാണിച്ചു. ഇവിടെ നിങ്ങൾ ലൂസാക്കുന്ന ഇവിടെ നമുക്ക് 2 കാലൊക്കെ ഉണ്ട്. ഇതിങ്ങനെ നീട്ടാം, 3 കാല്. അപ്പൊ നമുക്ക് ഇങ്ങനെ നീട്ടി പിടിച്ചിട്ട് വ്ളോഗ് എടുക്കാം. പിന്നെ പൊക്കി ഇങ്ങനെ ഫുള്ള് പൊക്കിയാല് എവിടെയെങ്കിലും വെച്ചിട്ട് ഫോട്ടോ എടുക്കാം. അതൊക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വലിയ ഭൂമികൾക്കും ഒരു കുലുങ്ങുന്ന പോണ്. റോഡ് ശരിയല്ല ഗൈസ് നമ്മുടെ. ഓക്കെ, ട്രാഫിക്കിൽ പെട്ട് നമ്മൾ ഇത് മേടിച്ചു. പിന്നെ ഗോപ്രോന്റെ ചാർജർ മേടിച്ചു. ഗോപ്രോന്റെ ഒരു ചാർജർ അല്ല, ബാറ്ററി വാങ്ങിച്ചിട്ട്. ബാറ്ററി ഇടാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതണ്ട, ഇതാണ് ബാറ്ററി. എൻഡുറ ബാറ്ററി, എൻഡുറോ ബാറ്ററി. അത് കുറച്ചും കൂടി നല്ല ബാറ്ററിയാണ്, പ്രീമിയം എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. കുറച്ചും കൂടി ചാർജ് കുറച്ചും കൂടി നിൽക്കും എന്നാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ അത് ഒരെണ്ണം വാങ്ങിച്ചു. പിന്നെ നമ്മൾ പറയാൻ വിട്ടുപോയ കാര്യമുണ്ട്. ആള് സൂപ്പർ മാർക്കറ്റിൽ കയറി. അതാണ് അതല്ല, അത് ഞാൻ കാണിച്ചിട്ട് എന്തായാലും അതിപ്പോ കാണിക്കുന്നില്ല. അത് നമ്മൾ മറ്റേ വ്ളോഗില്ലേ എല്ലാം സെറ്റ് ചെയ്യുന്നൊരു വ്ളോഗ് ഉണ്ട്. അതിനകത്ത് ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ എന്തൊക്കെ മേടിച്ച് കാണിച്ചു തരാം കേട്ടാ. കുറെ വെറൈറ്റി സാധനങ്ങൾ. അതെ. പിന്നെ ഞങ്ങള് പറയാൻ വിട്ടുപോയ കാര്യം, ഞങ്ങളുടെ കൂടെ ട്രിപ്പിന് ആരൊക്കെയുണ്ട് അത് പറഞ്ഞില്ല. അപ്പൊ എന്റെ മൂത്ത ചേട്ടനുണ്ട്, ചേട്ടന്റെ അപ്പൊ ചേട്ടായി ഫാമിലി ഉണ്ട്. ചേട്ടന്റെ 2 കുഞ്ഞു പിള്ളേരും ഉണ്ട്. അവര് വേറെ കാറ്, ഞങ്ങൾ ഈ കാറ്. അങ്ങനെ കാരണം ഇത്രയും പേർക്ക് നമുക്ക് ഒരു കാറിൽ പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരുമിച്ചായിരിക്കും പോകുന്നത്. അങ്ങനെ ഞങ്ങളൊരു രണ്ട് കാറിലാണ് അല്ലേ? 2 കാറില് ഒരു കുടുംബം യാത്ര ചെയ്യാൻ പോവുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പൊ ഞങ്ങളുടെ പ്ലാൻ, ഞങ്ങൾ ഇവിടുന്ന് നേരെ പോകുന്നു, കണ്ണൂർക്ക് പോകുന്നു. അവിടെ നിന്ന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ഞങ്ങൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അത് എല്ലാം ഇനി അങ്ങോട്ടേക്ക് ഓരോ വ്ളോഗിലുണ്ടാവും. നമ്മൾ ഓരോ ലൈഫ്, ഓരോ ഡേ ഇൻ മൈ ലൈഫ് പോലെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. പോയിട്ട് കുക്കിംഗ് ഒക്കെ ചെയ്യാനുള്ള ഭയങ്കര എക്സൈറ്റ്മെന്റ് ആട്ടോ. അതെ, ഇതുണ്ടാക്കണം അതുണ്ടാക്കണം. ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് പറയുമ്പോ ഞങ്ങൾ തന്നെ പറയും തിന്നാൻ വേണ്ടിയാണ് അത് പോണെന്നൊക്കെ ആലോചിക്കോട്ടെ. പക്ഷെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇത് പോയിട്ട് വരുമ്പത്തേനും ഞങ്ങള് അല്ലേ എല്ലാം കൊണ്ടും സെറ്റ് തിരിച്ചു തന്നെ എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല.
പക്ഷെ നമുക്ക് തിരിച്ചു വന്നേ വന്നല്ലേ പറ്റൂ. പറ്റുള്ളൂ. അതെ ഞങ്ങൾ തിരിച്ചു വരും, അതുകൊണ്ട് വീണ്ടും പഴയ നേരത്ത് കാശുണ്ടാക്കി ഞങ്ങൾ വീണ്ടും പോകും അതെ അല്ലേ. വീണ്ടും നമ്മൾ ഇനി നിങ്ങൾ കാണാത്ത സ്ഥലങ്ങളിൽ നമ്മൾ പോകും. അപ്പൊ നിങ്ങളെയും കൂടി നിങ്ങൾ ആ സ്ഥലങ്ങൾ കാണിച്ചു തരും അല്ലേ. യെസ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇങ്ങനെ അടിക്കുന്നൊക്കെ വിചാരിച്ചിരുന്നാണ് മൂഞ്ചി പോയി നമുക്ക് ഇന്ത്യ അല്ലേ. ഇന്ത്യ. യെസ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഇത്ര ഉള്ളൂ. കഴിഞ്ഞ രാത്രി പതിരാത്രിയായി. ഇനി ഞങ്ങൾക്ക് വീട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അതെ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യണം. അയ്യോ, സാധാരണ ഞാനാണ് നേരത്തെ വ്ലോഗ് എടുക്കുമ്പോ കൊച്ചിനോട് ലൈക്ക് ചെയ്യണം, പിന്നെ അപ്പൊ കൊച്ചിങ്ങനെ വരും. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് സോറി. ഞാൻ വ്ലോഗ് കയ്യേറിയ പോലെ ഉണ്ടല്ലോ. കയ്യേറ് കുറച്ചൊക്കെ കയ്യേറട്ടെ. അപ്പൊ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇഷ്ടപ്പെട്ടവരെല്ലാരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതായത് കമന്റ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതുപോലെ ഇഷ്ടംപോലെ വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യണം. മാക്സിമം ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അല്ലേ. അതെ. അപ്പൊ പുതിയൊരു വീഡിയോ ഇട്ട് വീണ്ടും കാണാം. ബൈ.